കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തിരുവചന ധ്യാനത്തിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരി വിദ്യാർത്ഥികൾക്കായി തുടർമാനമായിട്ടുള്ള 40 ദിവസത്തെ വചനധ്യാനം സംഘടിപ്പിച്ചിരിക്കുമ്പോൾ അതിൻ്റെ 17ാമത് രാത്രിയിൽ 34ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങൾ നമ്മൾ നിരന്തരമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ. നിങ്ങൾ ഓരോരുത്തർക്കും ഇതിനോടകം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നിയോഗങ്ങളും ഒക്കെ ദൈവാത്മാവ് നൽകി കാണും എന്ന് ഞാൻ കർത്താവിൽ അറിയുന്നു. നാം സാധാരണ വായിക്കുന്നത് പോലെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 20ാമത് വാക്യം ആണ് നമ്മൾ കുറുവാക്യമായി ചിന്തിച്ചിട്ടുള്ളത്. ഗവർണർമാരുടെ നടുവിൽ വെച്ച് തൻ്റെ നിയോഗത്തെ തടയുവാൻ, അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ, പദ്ധതികളെയൊക്കെയും തടയുവാനായി കടന്നു വന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നടുവിൽ വെച്ച് നെഹമ്യാവ് പറഞ്ഞ വാക്കാണ് ഇത്. പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും ശബ്ദം കാതിൽ കേട്ടപ്പോൾ മനസ്സിടിഞ്ഞ് ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ സധൈര്യം തികഞ്ഞ ഒരു കമാൻഡറിനെ പോലെ പ്രഖ്യാപിക്കുന്ന വാക്കുകളാണ് നാം കേട്ടത്. എന്താണ് അതിന് നെഹമ്യാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും എന്ന് ഉറപ്പായ ഒരുവന് മാത്രമേ ദൈവം നിയോഗിച്ച പണി തുടങ്ങുവാൻ കഴിയുകയുള്ളൂ. താൻ പ്രഖ്യാപിക്കുകയാണ്, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിയമ പോരാട്ടങ്ങൾ ചുറ്റുവട്ടമുള്ളപ്പോഴും ദൈവവേല സധൈര്യം ചെയ്യുവാൻ ആത്മനിയോഗം പ്രാപിച്ചവനായിരുന്നു നെഹമ്യാവ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കൊട്ടാരത്തിൽ ജോലിക്കാരനായിരുന്ന നെഹമ്യാവിനെ 900 മൈൽ ദൂരെ കിടക്കുന്ന യെരൂശലേമിന്റെ ആലയത്തിന്റെ ആ പട്ടണത്തിന്റെ ചുറ്റുമതിൽ പണിയുവാനായി തൻ്റെ മേൽ നിയോഗം ലഭിച്ചത് കേട്ട സാക്ഷ്യം നിമിത്തം അവർക്കായി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുണ്ടായ പ്രേരണയാണ്. ആ പ്രേരണ തന്നെ കുറച്ച് നീണ്ട പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോയതായി നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിപ്പാനിടയായി തീർന്നു. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരുവൻ ആത്മഭാരം ഉണ്ടായാൽ പ്രാർത്ഥനയിലൂടെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആത്മഭാരം നിങ്ങൾക്കുണ്ടാകുമ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശുശ്രൂഷയുടെ വിത്താണ് ആത്മഭാരം എന്നുള്ളത്. ശുശ്രൂഷയുടെ വിത്താണ് ആത്മഭാരം എന്നുള്ളത്. Praise God. 1 minute. നിങ്ങൾ എഴുതി വെക്കണം, ശുശ്രൂഷയുടെ വിത്താണ് ആത്മഭാരം. അപ്പൊ നിങ്ങൾക്ക് ആത്മഭാരം ഉണ്ടാകുമ്പോൾ അത് ഭാവി ശുശ്രൂഷയ്ക്കായി ദൈവം ഉള്ളിൽ ഉരുവാക്കുന്ന ഒരു ശുശ്രൂഷയുടെ വിത്താണ് ആത്മഭാരം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം നിങ്ങളെ വ്യത്യസ്ത പദ്ധതികളിലൂടെ ആയിരിക്കാം സന്ദർശിക്കുന്നത്. ആ സന്ദർശനം എന്ന് പറയുന്നത് നിങ്ങളിലൂടെ ദൈവത്തിന് ഒരു പദ്ധതി പൂർത്തീകരിക്കുവാൻ
ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ പദ്ധതിയോടുകൂടി ദൈവം നിങ്ങളുടെ അരികിലെത്തുമ്പോഴാണ് ഒരു എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടാകുന്നത്, ഒരു വിസിറ്റേഷൻ നിങ്ങൾക്കുണ്ടാകുന്നത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ദൈവം ഒരു പദ്ധതിയോടുകൂടി നിങ്ങളുടെ അരികിൽ വരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ആ പദ്ധതിയുടെ നിയോഗം നമ്മുടെ ഉള്ളിൽ കിട്ടുമ്പോൾ ആദ്യം ഉരുവാകുന്നത് ആത്മഭാരമാണ്. ആത്മഭാരം, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ആ വലിയ ഭാരം. ഈ ഭാരം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ശുശ്രൂഷയല്ല, പ്രത്യുത നമ്മുടെ വ്യക്തിപരമായ ജീവിത രൂപാന്തരമാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ആദ്യം നടക്കുന്നത്. ആത്മഭാരം നിങ്ങളിൽ വരുമ്പോൾ പേപ്പട്ടിയെ പോലെ എല്ലാരെയും കടിച്ച് ഈ വിഷം എല്ലാവരിലും എത്തിക്കണം എന്നുള്ള ഒരു ചിന്തയല്ല ആദ്യം ശരിയായ ആത്മഭാരത്തിൽ നിന്നുണ്ടാകുന്നത്. യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കണം, എനിക്ക് വചനപ്രകാരം ജീവിക്കണം, എങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ വെളിച്ചമായി ശോഭിക്കാൻ കഴിയൂ. സ്വഭാവ രൂപീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് കാരമുള്ള ഉപ്പായി ജീവിക്കാൻ കഴിയൂ. ഉപ്പിന്റെ പ്രത്യേകത എന്താ? ഉപ്പ് ലവണങ്ങളെ വലിച്ചെടുക്കും. മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് വലിച്ചെടുക്കണമെങ്കിൽ കാരമുള്ള ഉപ്പായി മാറണം. അപ്പൊ മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് ആദായപ്പെടുത്തണമെങ്കിൽ നമ്മളിൽ ഗുണമുള്ള ജീവിതം വന്നേ പറ്റും. ഈ കാലഘട്ടം നാം തുറന്ന കണ്ണോട് നോക്കിയാൽ എത്ര ഭയാനകമായൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മുഴുവൻ ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒട്ടനവധി വാർത്തകളും വീഡിയോസുകളും നിരന്തര ചർച്ചകളും ഇതെല്ലാം നടക്കുകയാണ്. സഹോദരങ്ങളെ, അൾസഷനായി ചത്ത് റോട്ടിൽ കിടന്നാൽ നമ്മൾ അടുക്ക നിന്നിട്ട് എന്തോ ഒരു വിലയുള്ള നായായിരുന്നു ഇതെന്തുമാത്രം വിലയുള്ളതായിരുന്നു, എത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നാൽ നീ ആ ദുർഗന്ധം അനുഭവിച്ചുകൊണ്ട് നിനക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഗോ ഹെഡ്, നിങ്ങൾ മുന്നോട്ട് പോകുക. കാരണം നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്ന് വചനത്തിൽ വായിക്കുന്നു. ദുർവർത്തമാനം പരത്തരുത് എന്ന് വചനത്തിൽ വായിക്കുന്നു. കൃപയോടുകൂടിയ വാക്കുകളല്ലാതെ, ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കുകളല്ലാതെ ഇതൊന്നും പറയരുന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ കാലം ഇന്ന് വ്യത്യസ്തമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വീണവരെയും വീണവരുടെ സ്റ്റോറി പറഞ്ഞും നിങ്ങളുടെ സമയം കളയാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നാളെ ജീവിക്കണമെങ്കിൽ, നാളെ ശോഭിക്കണമെങ്കിൽ, നാളെ നിലനിൽക്കണമെങ്കിൽ ഇന്നേ കണ്ണുനീരോട് ദൈവസന്നിധിയിൽ ആശ്രയിച്ച് സമർപ്പിച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മളെ പ്രതിഷ്ഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ, ചെറിയ തെറ്റിന് പോലും വലിയ പ്രാധാന്യം നൽകി ഒരു ദൈവവിധൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതവും ജയകരമായ കാര്യവിചാരകനായിരിക്കാനും നമുക്ക് കഴിയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പ്രാർത്ഥനയിൽ നിന്ന് ഉരുവാകുന്നത് ആത്മഭാരമാണ്. ആത്മഭാരത്തിൽ നിന്ന് അടുത്ത പ്രൊഡക്ഷൻ നടക്കുന്നത് എന്താണ്? ശരിക്കും ജീവിത രൂപാന്തരമാണ്. എന്തുകൊണ്ട്? നമ്മെ മറ്റുള്ളവർക്ക് വായിക്കണം, നമ്മളിലുള്ള ക്രിസ്തുവിനെ വായിക്കണം. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. പ്രൈസ് ഗോഡ്. മറ്റുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യം ഒരു സുഗന്ധമായി മാറണം. അതാണ് പൗലോസ് പറഞ്ഞത്, അതേ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും, അതേ ലോക മനുഷ്യർക്കും ഞങ്ങൾ ക്രിസ്തുവിന്റെ സുഗന്ധമായി സൗരഭ്യവാസനയായി മാറുന്നുവെന്ന്. നോക്കുക, അപ്പൊ വിളക്കായി വിളിച്ചിരിക്കുന്നിടത്ത് നീ കരിന്തിരിയായിരുന്നാൽ, നിന്നിൽ എണ്ണയില്ലാതിരുന്നാൽ സുവിശേഷീകരണം കൊണ്ട് പ്രയോജനമില്ല. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുവെന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ, കത്താൻ വിളിക്കപ്പെട്ട നീ ആലയത്തിൽ ഒരു സ്തോത്രം പോലും പറയാൻ കഴിയാതെ, ആത്മാവിൽ നിറയാൻ കഴിയാതെ,
ആമേ, ആത്മാവിന്റെ നിറവിൽ പാടാൻ കഴിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവള് വിളക്കാകുന്നില്ല സഹോദരങ്ങളെ. ആകയാൽ ഈ ദിവസങ്ങളിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ദൈവാലയത്തിലെ വിളക്ക് നിത്യം കത്താൻ കൊണ്ടുവരുവാൻ മോശയിലൂടെ ദൈവം ജനത്തോട് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ഒന്ന് ചതയാൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, ആ ചക്കിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ, എന്റെ വിളക്ക് കത്തേണ്ടതിന് എന്നിൽ അവിടുന്ന് ഈ ദിവസങ്ങളിൽ എന്നെ ഒന്ന് പകരണമേ എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ജീവിത രൂപാന്തരം നടന്നു കഴിയുമ്പോൾ നമ്മളിൽ പിന്നീട് ഉണ്ടാകുന്നതാണ് നിയോഗം. അപ്പൊ ഒന്ന് ആത്മഭാരം ഉണ്ടാകുന്നു, ബർഡൻ ഓഫ് ദ പെരിഷിംഗ് സോൾസ്. രണ്ടാമത്തേത് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്, ജീവിത രൂപാന്തരം. രക്ഷിക്കപ്പെട്ടു, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, രക്ഷിക്കപ്പെടും. അപ്പൊ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം. അല്ലെങ്കിൽ കാരണം നാം ഈ ജഡത്തിലാ ജീവിക്കുന്നത്, ആത്മാവിൽ ആ വീണ്ടെടുപ്പ് നടന്നുള്ളൂ. കർത്താവിന്റെ വരവിൽ മാത്രമേ നമ്മുടെ ഈ ശരീരത്തിന് രൂപാന്തരം വരികയുള്ളൂ. അതുവരെ നമുക്ക് ജഡത്തിൽ യുദ്ധങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ജയജീവിതത്തിന് ആവശ്യം നിരന്തരമായ ദൈവാശ്രയമാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ നിയോഗം വരുമ്പോഴാണ് നിങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ദൈവിക പദ്ധതി നിങ്ങൾക്ക് വെളിവായി വരുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വ്യക്തമായി വെളിവായി വരുന്നത് എപ്പോഴാണ്? നിയോഗത്തിന്റെ മുമ്പിലാണ്. ഈ സമയത്താണ് നിങ്ങളുടെ മേലുള്ള കോളിംഗ് എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്നുള്ളത്. എത്ര പ്രവാചകന്മാർ നിങ്ങളുടെ തലയിൽ കൈവച്ച് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമാക്കാം: നിങ്ങൾക്ക് ദൈവം ഒരു നിയോഗം തരുമ്പോഴേ നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങളോടൊരു ദൈവിക ഇടപെടൽ നടക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം. പലരാൽ സൂചന ലഭിച്ചെന്ന് വരും, എന്നാൽ അറപ്പോടെയോ ഭയത്തോടെയോ പേടിച്ചോ, അയ്യോ കർത്താവിന്റെ വേലയ്ക്ക് പൂർണ്ണസമയം ഇറങ്ങില്ല, ദൈവം എന്നെ തട്ടി, അങ്ങനെയൊന്നും ദൈവം ചെയ്യത്തില്ല. പല ദൈവദാസന്മാർ പ്രവാചക ശബ്ദം നിമിത്തം തങ്ങളുടെ ഭാര്യയെ ഉപേക്ഷിച്ച് പോയ ആളുകളെ എനിക്കറിയാം, മക്കളെ ഉപേക്ഷിച്ച് പോയതറിയാം. ഫാൾസ് പ്രൊഫറ്റ്സിന്റെ സന്ദേശങ്ങൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ഒരാലോചനയ്ക്കും നിങ്ങൾ സ്പേസ് കൊടുക്കരുത്. എന്റെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണെന്ന് ഓർത്തുക. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ദൈവദാസൻ വന്ന് മുട്ടുകുത്തിയിട്ട് മടങ്ങിപ്പോയാൽ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലടിയും, മക്കള് തമ്മിൽ തമ്മിലടിയും, ആലോചനയെ ബേസ് ചെയ്തുള്ള ചർച്ചയും വിമർശനങ്ങളും, പിന്നൊരു കലഹമൊക്കെ നടക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ഇതെല്ലാം ശരിയായ ആത്മാവല്ല എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കണം. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പീസ് മേക്കർ ആയിട്ടാണ്. ആരെ? പ്രൈസ് ഗോഡ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന വചനം പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്നവരെ മറ്റൊരു ആളുടെ പുത്രന്മാരെന്ന് വിളിക്കേണ്ടി വരും. ആരെ? സാത്താന്റെ പുത്രന്മാരെന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ പീസ് മേക്കർ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഈ രാത്രി ദൈവവചനം കേൾക്കുമ്പോൾ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാജ പ്രവാചക ശബ്ദം അപ്പോസ്തോലിക വേഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, പ്രവാചക വേഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇടയ വേഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, സുവിശേഷ അതേ വേഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇനി അബദ്ധങ്ങൾ പറ്റാതെ വണ്ണം ദൈവവചനം സിസ്റ്റമാറ്റിക്കലായി പഠിക്കുന്ന സെമിനാരി വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. നമുക്കറിയാം, എവിടെയും ചില ആളുകൾക്ക് ദൈവം കരുണ കാണിച്ച് എന്തെങ്കിലുമൊക്കെ വരവും കൃപയൊക്കെ കൊടുക്കുക, അവർ അതും കൊണ്ടങ്ങ് പോവും. പിന്നെ അവർ പറയും ഞങ്ങൾക്ക് തിയോളജിയും വേണ്ട, ബയോളജിയും വേണ്ട, ഇങ്ങനെ അങ്ങ് പോവും. കുറെ നാളുകൾ കഴിയുമ്പോൾ രോഗശാന്തി നടക്കും, ഭൂതശാന്തി നടക്കും, അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. പക്ഷേ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, ഷിപ്പ് ഓടിക്കുമ്പോൾ കപ്പലിന് ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ?
ഷിപ്പിന് ബ്രേക്ക് ഇല്ല. എൻ്റെ ഒരു സ്നേഹിതൻ ക്യാപ്റ്റനോട് ഞാൻ ചോദിച്ചു, ഈ ഷിപ്പൊക്കെ എങ്ങനെയാണ് ബ്രേക്ക് ഔട്ടുന്നത്? എന്നോട് പറഞ്ഞു, ബ്രേക്ക് ഇല്ല, ഇതിനൊരു നിയന്ത്രണമുണ്ട്. ഓ മൈ ഗാഡ്. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും അറിയത്തില്ലെങ്കിലും നമ്മൾ ചാടിക്കേറി ഓടിക്കാൻ പോകും. ഇതാണ് പ്രശ്നം. 10 പേര് നമ്മുടെ ശുശ്രൂഷയിൽ വിടിവിക്കപ്പെട്ട ഒരു ആൾക്കൂട്ടം ആയതുകൊണ്ട് നമുക്ക് ഇടയനാകാൻ പറ്റില്ല. നിങ്ങളെ ആത്മാക്കളെ നേടാനാണ് വിളിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ജോലി മാത്രമേ ചെയ്യാവൂ. ഒരു ഇടയ ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ ശരിയായ ശിഷ്യത്വം ആവശ്യമാണ് സഹോദരങ്ങളെ. നാം 7-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നിന്നാണ് കഴിഞ്ഞ 5 സർമണുകൾ 5 ക്ലാസ്സുകൾ നടന്നത്. 7-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണാനിടയായി, നെഹമ്യാവിന്റെ സഹോദരനായ ഹനാനിയും കോട്ടയുടെ അധിപനായ ഹനന്യാവേയും യെരൂശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു. ദൈവഭയം, ദൈവഭക്തി എന്നുള്ള ആ പദത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ 4 ക്ലാസ്സുകൾ ഇന്നലെ വരെ എടുത്തത്. ഇന്ന് രാവിലെ നാം എടുത്തത് വിശ്വസ്തത എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. ആ വാക്ക് തന്നെയാണ് ഇന്നും തുടരുന്നത്. സഹോദരങ്ങളെ, വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ദൈവഭക്തി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരുവൻ ദൈവസ്ഥനെ വിശ്വസ്തനായി തീരണമെങ്കിൽ, ദൈവഭക്തനായി തീരണമെങ്കിൽ അതൊരു വലിയ ലോങ് പ്രോസസ്സാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ കാര്യവിചാരകത്വത്തിലേക്ക് അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയിലേക്ക് ദൈവം ആരെ വിളിച്ചാലും ആ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് പരിശീലനങ്ങൾ ദൈവം നൽകും. പരിശീലനങ്ങൾ നൽകും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഞാൻ ഓർപ്പിച്ചായിരുന്നു, പ്രൊഫഷണൽ ആളുകളുടെ ഇടയിൽ ക്രിസ്തീയ ശുശ്രൂഷയുടെ നേതൃത്വം നൽകുവാൻ ദൈവം 7 വർഷത്തിന് മുമ്പ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നെ വ്യത്യസ്തമായ പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലേക്ക് ദൈവം പരിശീലനത്തിനായിട്ട് അയച്ചു. ഫയർ ആൻഡ് സേഫ്റ്റി പോയി പഠിച്ചു, കെയർ ഗിവർ കോഴ്സ് പഠിച്ചു, CNA നേഴ്സിംഗ് അസിസ്റ്റന്റ് പ്രോഗ്രാം പഠിച്ചു, എൽഡർലി പ്രോഗ്രാം പഠിച്ചു, ഓൾ ഏജിന്റെ കെയറിന്റെ പ്രോഗ്രാം പഠിച്ചു, CPR പ്രോഗ്രാം പഠിച്ചു, ഇങ്ങനെ BLS എടുത്തു. അങ്ങനെ പല കോഴ്സുകളിലേക്ക് വിടാനിടയായി. എന്തിനാണ് ഇതുവഴിയൊക്കെ വിടാനിടയായി തീർന്നത്? വയസ്സാം കാലത്ത് വല്യപ്പച്ചനായ ഞാൻ കോളേജിൽ ചെന്ന് പഠിച്ചപ്പോൾ എല്ലാവരും എന്നെ ഗ്രാൻഡ് പാ എന്നായിരുന്നു വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഓരോ മേഖലയിലേക്കും നമ്മളെ പരിശീലനത്തിനായി വിട്ടിട്ടാണ്. ശരിയായ ഒരു ട്രെയിനർക്ക് മാത്രമേ മറ്റുള്ളവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ശരിയായ ഒരു ട്രെയിനർക്ക് മാത്രമേ ട്രെയിൻ ചെയ്ത് മറ്റുള്ളവരെ എടുക്കാൻ കഴിയുള്ളൂ. സഹോദരങ്ങളെ, ഈ ആത്മീയ സ്പിരിച്വൽ ലീഡേഴ്സിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കാഴ്ചപ്പാടുള്ള ഒരു പുതിയ ശുശ്രൂഷകരെ ഒരുക്കിയെടുക്കുക എന്നുള്ളതിന് ഏക ലക്ഷ്യം. കഴിഞ്ഞ 7 വർഷമായി ഈ 40 വർഷത്തെ എൻ്റെ ശുശ്രൂഷയിൽ 33 വർഷം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ള ഒരു തീവ്രമായ കാഴ്ചപ്പാട്, എസ്പെഷ്യലി ഫോർ ദ പ്രൊഫഷണൽ ആളുകൾക്ക് വേണ്ടി ദൈവം എന്നെ നിയോഗിപ്പാനിടയായി തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ വ്യക്തികൾക്കും ആത്മഭാരം ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആദ്യം ദൈവം ചെയ്യുന്നത് ജീവിത രൂപാന്തരമാണ്. നിന്നെ തന്നെയും നിന്റെ പ്രസംഗത്തെയും നീ സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിന്നെ വചനം കേൾക്കുന്നവരും നിന്നെയും രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ഗോഡ്. നമ്മൾ ദൈവദൂതന്മാരെ പോലെ ജനത്തിന്റെ ഇടയിൽ സ്റ്റേജിൽ നിന്ന് ശോഭിച്ചിട്ട് പിശാചുക്കളെ പോലെ സ്വകാര്യ ജീവിതത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രസംഗിച്ചില്ലെങ്കിലും നിങ്ങൾ ദൈവഭക്തരായി ജീവിച്ചാൽ അനേകരുടെ അധരങ്ങളിൽ നിങ്ങളൊരു പ്രസംഗ വിഷയമായി തന്നെ മാറുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ താഴ്മയോട് ഓർപ്പിക്കട്ടെ, നമ്മളുടെ ഉള്ളിൽ
ദൈവം നൽകുന്ന ആത്മഭാരം പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് മാത്രമേ ഉളവാകുകയുള്ളൂ. സ്തോത്രം. ആമേൻ. ആർക്കും ദൈവവചനം പഠിക്കാം സഹോദരങ്ങളെ. പക്ഷേ ശുശ്രൂഷ ഫലമേൽപ്പിക്കുന്നത് ദൈവമാണ്. കർത്താവ് ഞങ്ങളെ വിശ്വസ്തരെന്നെണ്ണി ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും തിരിച്ചറിഞ്ഞുകൊള്ളണം. നിങ്ങൾ 3 പോയിന്റും ഒരു മുഖവരെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രസംഗിക്കാം. പ്രസംഗ മത്സരത്തിന് പോയാൽ 32ഓളം പ്രൊഫസേഴ്സ് നമ്മുടെ ഓൺലൈൻ സെമിനാരി, ഗ്രേറ്റ് മിഷൻ ഓൺലൈൻ സെമിനാരി പഠിപ്പിക്കുന്നുണ്ടല്ലോ. പഠനം കഴിയുമ്പോൾ കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് തിയോളജിക്കൽ സെമിനാരിയിൽ വെച്ച് ക്യാമ്പസ് വിദ്യാർത്ഥികളോട് ഒരുമിച്ച് നിങ്ങൾക്ക് ഗ്രാജുവേഷനും കിട്ടും. അതൊക്കെ നല്ല അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കാര്യം നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്, നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടാണ്, വിശുദ്ധിയോട് ജീവിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ്, വിശ്വസ്തയോട് ജീവിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ്, ദൈവഭക്തിയോട് ജീവിക്കുക എന്നുള്ള കാഴ്ചപ്പാട്, പരമാർത്ഥ ഹൃദയത്തോട് ജീവിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ്. ഞാൻ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ എൻ്റെ ദൈവദാസനും കുടുംബത്തിൽ ഞാനൊരു അനുഗ്രഹമായി മാറണം. അവരിൽ വീഴ്ച വന്നാലും താഴ്ച വന്നാലും മിസ്റ്റേക്ക് വന്നാലും അവർക്ക് വേണ്ടി പിശാച് അവരുടെ ഉള്ളത്തിൽ കടന്നതുപോലെ അപ്പോസ്തലന്മാരിൽ ഒരുവനായി യൂദായുടെ ഉള്ളിൽ പിശാച് കടന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആമേൻ. കടലിന്റെ മീതെ നടന്ന പത്രോസിനെ കർത്താവ് ആമേൻ സാത്താനെ എന്ന് വിളിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോല് മേടിച്ച ആളാ, കടലിന്റെ മീതെ നടന്ന ആളാ. പക്ഷേ ദൈവഹിതത്തിനെതിരായി ശബ്ദമുയർത്തിയപ്പോൾ കർത്താവ് സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് യേശു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഗോലിയാത്തിനെ താടിയിട്ട ആമേൻ ദാവീദിന്റെ ഉള്ളിൽ ഇസ്രായേലിന് വിരോധമായി, ദൈവഹിതത്തിന് വിരോധമായി ഇസ്രായേലിനെ എണ്ണി നോക്കാൻ സാത്താൻ തോന്നിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏത് സമയത്തും നമുക്ക് വീഴ്ച വരാം, കുറവ് സംഭവിക്കാം. വലുതിൽ ചിലപ്പോൾ നിങ്ങൾ ജയിച്ചെന്ന് വരും, പക്ഷെ ചെറുതിൽ തെറ്റിപ്പോയെന്ന് വരും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ഗൗരവമായി, എത്രമാത്രം ശ്രദ്ധയോടുകൂടി ജീവിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഒന്ന് ആത്മഭാരമാണ്, അത് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതാണ് നെഹമ്യാവിന് സംഭവിച്ചത്. നെഹമ്യാവിനുണ്ടായ ആത്മഭാരം എന്താണ്? എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തകർന്നുപോയ മതിൽ പുനഃപ്പണി ചെയ്യണം. അനേക വർഷങ്ങൾ കൊണ്ട് പണിത ആ മതിൽ പുതുക്കിപ്പണിയാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ശരിയായ ദൈവവിളി തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തനിക്കുണ്ടായി എന്നുള്ളതാണ് എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ ഒന്ന്, അതിനായി തൻ്റെ ജീവിത രൂപാന്തരം നടന്നു. എന്താണ്? ഞാൻ പാപം ചെയ്തു, എൻ്റെ കുടുംബം പാപം ചെയ്തു എന്ന് പറഞ്ഞ് താൻ കരച്ചിൽ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ലൈഫിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് രണ്ടാമത് നടക്കുന്നത്. മൂന്നാമതാണ്, ജീവിത രൂപാന്തരം കഴിയുമ്പോഴാണ് നിയോഗമുണ്ടാകുന്നത്. എന്താണ് എൻ്റെ മേലുള്ള നിയോഗം? പ്രൈസ് ഗോഡ്. ഈ നിയോഗത്തിൽ നിന്ന് ആണ് ദൈവം പരിശീലനം നിങ്ങൾക്ക് തന്നു തുടങ്ങുന്നത്. പ്രൈസ് ഗോഡ്. 2007 കർത്താവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഹേമം തന്നു. ആ ഹേമം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് എനിക്കൊരു ദിവസം 500-ൽ പരം സ്ഥലങ്ങളിൽ പ്രസംഗിക്കണം. അതെ, എളുപ്പമുള്ള കാര്യമാണോ? എത്ര മൂഢമായ ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. പ്രൈസ് ഗോഡ്. 2006 ഡിസംബർ 31 ദൈവസന്നിധിയിൽ എൻ്റെ ഉള്ളത്തോട് ചില ഇടപെടലുകൾ നടക്കുകയാണ്. കർത്താവെ, ചെയ്തു വന്നതിനും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പുതിയതൊന്നും എന്നെ പഠിപ്പിക്കണം, പുതിയതെന്നെ പരിശീലിപ്പിക്കണം. അപ്പാ, ഞാനൊരു പൊട്ടനാണ്, പക്ഷേ കാലഘട്ടത്തിന്റെ ടെക്നോളജി അനുസരിച്ച് അങ്ങനെ പുതിയതൊന്നും പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവാത്മാവിനോട് പറഞ്ഞു, 2007 നിന്റെ പ്രാർത്ഥനയുടെ വർഷമായിക്കൊള്ളട്ടെ. 2007 മുഴുവൻ എൻ്റെ പ്രാർത്ഥന മുറിയിലായിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ പുറത്തു പോകും, തിരിച്ചു വരും, മക്കൾക്കും കുടുംബത്തിനും ഒക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ തന്നെ ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ചാപ്ലൈനായി വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ പോയി അതേ പേഷ്യന്റിന് വേണ്ട അതേ സന്ദേശങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അത്യാവശ്യം സെല്ലിൽ കിടക്കുന്നവരെയൊക്കെ കാണേണ്ടവരുണ്ടെങ്കിൽ അതേ സിസ്റ്റേഴ്സ് പറയുന്ന അനുസരിച്ച് അവരോടൊപ്പം അസിസ്റ്റ് ചെയ്ത് ഞാൻ പോയി തിരിച്ചു വരുമായിരുന്നു. കണ്ടിന്യൂസ് ആയി അനേക മണിക്കൂറുകൾ പ്രാർത്ഥന തന്നെ, പ്രാർത്ഥന. 11 മാസം കണ്ടിന്യൂ ആയി പ്രാർത്ഥിച്ചു. പലപ്പോഴും കുഞ്ഞുങ്ങൾ പറഞ്ഞു, അപ്പയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, കാരണം ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ അപ്പ വർക്ക് ചെയ്യുന്നത്.
ഇപ്പൊ നമ്മുടെ കൂടെ അധികം സമയം ചെലവഴിക്കുന്നില്ല. അപ്പയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. കാരണം പ്രാന്താശുപത്രിയിലാണ് എന്റെ മിനിസ്ട്രി നടക്കുന്നത്. അതുകൊണ്ട് ന്യായമായി അവർക്ക് ചിന്തിക്കാം. ഞാനത് ഒന്നും പറയാൻ പോയില്ല. മൗനം വിദ്വാന ഭൂഷണം. സംടൈംസ് ദ പീപ്പിൾ വിൽ ക്രിട്ടിസൈസ് യു. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും, പക്ഷേ ഡോണ്ട് റെസ്പോണ്ട്. പ്രൈസ് ഗോഡ്. അന്നേരം ആത്മീയം മൂത്തിട്ട് ഞാൻ തിയോളജി പഠിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് തുടുപ്പും കൊണ്ടൊന്നും ചെന്ന് കളയുന്നു. പ്രൈസ് ഗോഡ്. പക്ഷെ സൗരങ്ങളെ ഡിസംബർ മാസം ലാസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും 3 പകലും 2 രാത്രി നിരന്തരമായി ദൈവനോട് ഇടപെടാൻ തുടങ്ങി. ആ സന്ദേശങ്ങൾ മുഴുവൻ ഞാൻ എഴുതി വെച്ചു. സ്റ്റുഡിയോയിൽ പോയി പ്രസംഗിക്കാൻ നിയോഗം കിട്ടി. സൗണ്ട് എഞ്ചിനീയറിന് ഭയമായി. കർത്താവിനോട് ചില ഐഡിയ പറഞ്ഞു. നീ ഒരു PM99 ഹാൻഡ് മൈക്ക് മേടിച്ചു. പണ്ടത്തെ കാലത്തെ ഏലിയൻ, അതായത് ഏലിയൻസ് അല്ല കേട്ടോ, ഏലിയൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ടേപ്പ് റെക്കോർഡിന്റെ ടേപ്പാണ് അത് ആദ്യം മേടിക്കുന്നത്. മദ്രാസ്, കൽക്കട്ട, ബോംബെ ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം സാധനങ്ങൾ വരുത്തി, സ്റ്റോറിൽ നിന്ന് വരുത്തി അത് PM99 ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഐപോഡിൽ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് CD സിസ്റ്റം ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പെൻഡ്രൈവിലേക്ക് മാറി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു ദൈവം തന്ന സന്ദേശം സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഓഡിയോ സിസ്റ്റത്തിൽ അതിലാക്കിയിട്ട് ഒരു ഹാൻഡ് മൈക്ക് കൊണ്ട് 28 പര സ്ഥലങ്ങളിൽ ഞാൻ സന്ദേശം കൊടുത്ത് അത് വിജയകരമായി അത് പൂർത്തിയാക്കി. പിന്നെ മറ്റൊന്നും തോന്നിയില്ല. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഒരുവൻ അത് കണ്ടിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് വയൽ വാങ്ങി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗം അനുസരിച്ച് ഓരോ സ്റ്റെപ്പുകൾ ദൈവാത്മാവ് തന്ന നിയോഗം അനുസരിച്ച് ഞാൻ വെക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ആരംഭത്തിൽ ആ പദ്ധതികളൊക്കെ വിജയകരമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സഹോദരങ്ങളെ. പെതുക്കെ ഞാൻ എൻ്റെ അതേ പദ്ധതി പെതുക്കെ ആത്മാവ് തന്നത് വാങ്ങി ഓരോന്ന് എൻ്റെ വീട്ടിലിരുന്ന് പെതുക്കെ ആരംഭിപ്പാൻ ഇടയായി തീർന്നു. ഇങ്ങനെ നിരവധിയായ ഹാൻഡ് മൈക്കുകൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഈ ഭവനം വിൽക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. സ്തോത്രം. കാരണം സുവിശേഷീകരണത്തിന് ആവശ്യമായിരിക്കുന്ന ധനം ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. 100 കണക്കിന് ഹാൻഡ് മൈക്കുകൾ റെഡിയാക്കാൻ ഇടയായി തീർന്നു. നിരവധിയായ ഹാൻഡ് മൈക്കുകൾ പ്രൊഡക്റ്റ് ചെയ്ത് വ്യത്യസ്തമായ നിലകളിൽ അത് റെഡിയാക്കി അതിനുള്ള വാഹനത്തിൽ അതിൻ്റെ ഡിസൈൻ ചെയ്ത് അതിൻ്റെ പ്രത്യേക സിസ്റ്റങ്ങൾ തയ്യാറാക്കി അതിനകത്ത് ലോഡ് ചെയ്ത് നിരവധി ശുശ്രൂഷകരെ കോർഡിനേറ്റ് ചെയ്ത് അതിനകത്ത് മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. പോലീസ് ഓഫീസേഴ്സ് പോലും ബോധവൽക്കരണത്തിലൂടെയുള്ള ഈ സുവിശേഷീകരണം കണ്ടിട്ട് അവർ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുവാനിടയായി തീർന്നു. സ്റ്റുഡിയോയിൽ ഇരുന്ന് അതിൻ്റെ ഓരോ സിസ്റ്റങ്ങൾ തനിയെ ഇരുന്ന് അത് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം തനിയെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അത് പുറത്തിറക്കാൻ ഇടയായി. 100 കണക്കിന് സുവിശേഷകരെ സംഘടിപ്പിച്ച് ആ സുവിശേഷീകരണ പദ്ധതി ആവിഷ്കരിപ്പാൻ ഇടയായി. നമുക്കൊരു വീഡിയോ ശ്രദ്ധിക്കാം. പ്രാർത്ഥിച്ച് ഇത് ഇനാഗുറേറ്റ് ചെയ്യും. അതിനുശേഷം ഇതിന്റെ പ്രോഗ്രാം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കും. നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തില് ഈ കൊല്ലം പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷവുമായി കടന്നു പോകുവാൻ
ഈ ദിവസം ദൈവം നമുക്കായി ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ രാജ്യം സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുന്ന രാജ്യമാണ്. നമ്മുടെ ഭാരതത്തിൽ 120 കോടി ജനങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. 6,20,000 ഗ്രാമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. 604 ഡിസ്ട്രിക്റ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. 4,535 പരം വിവിധ ഭാഷകൾ അല്ലെങ്കിൽ മത ഗ്രൂപ്പുകൾ, കാസ്റ്റ് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. 1,635 ഭാഷകൾ നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാ ഭാഷകളിലേക്കും സുവിശേഷം എത്തിയിട്ടില്ല. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഗ്രേറ്റ് മിഷൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി മാത്യുയുടെ മൺ വളരെ വില കൊടുത്ത ദൈവദാസന്റെ അനുഭവങ്ങൾ നമുക്കറിയാം. നമ്മുടെ സഭകളിലൊക്കെ വന്ന് ദൈവദാസൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. കാരണം വളരെ വില കൊടുത്താണ് ഈ സുവിശേഷീകരണ, ഭാരത സുവിശേഷീകരണ യജ്ഞത്തിൽ ഗ്രേറ്റ് മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സുവിശേഷീകരണ സംരംഭം മെഗാ അവയർനെസ് ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന നിലയിൽ ഈ സംവിധാനം ദൈവദാസന് ദൈവം നൽകിയ വലിയ ദർശനം, ദീർഘ ദിവസങ്ങൾ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പരിണിതഫലമായി ദൈവാത്മാവ് തന്റെ ഹൃദയത്തിൽ നൽകിയ വലിയ ദർശനമാണ് തന്റെ ദാസനിലൂടെ ഈ സുവിശേഷീകരണത്തിന് വേണ്ടി സ്വന്തം പ്രവർത്തിച്ചിട്ടുള്ളത്. അതേ സഹോദരങ്ങളെ, നമുക്ക് വിഷൻ ഉണ്ടാകുമ്പോൾ, നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ, പണിതെടുക്കുമ്പോൾ, നിങ്ങളെ ഒരുക്കിയെടുക്കുമ്പോൾ ആ മുറിക്കകത്ത് നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. നിങ്ങൾക്കുണ്ടാകുന്ന ആത്മഭാരത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ ആദ്യം രൂപാന്തരപ്പെടുത്തും. കാരണം നമ്മൾ മരിച്ചവരെ ഉയർപ്പിച്ചില്ലെങ്കിലും മരിക്കാതെ സ്വർഗത്തിൽ ചെല്ലണം ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശരിയായ പരിശീലനം ദൈവം നമുക്ക് നൽകും. ഇനി ഇങ്ങനെയുള്ള ഒരു ദൗത്യത്തിന് വേണ്ടി ഉള്ളിലുണ്ടായ നിയോഗത്തിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെന്റെ പിതാവിന്റെ കാലാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഗാംഗ്രീൻ വന്നിട്ട് കാല് ഇങ്ങനെയായി. ഇത് കണ്ടു. എന്റെ പിതാവ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഇതിൽ നിന്നാണ് എൻ്റെ ഉള്ളിൽ അസാധാരണമായ വേദന ഉണ്ടായത്. ലഹരിക്ക് അടിമയായ ജീവിതങ്ങളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരണം. ഇവരെ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്ക് ദൈവശബ്ദം കേട്ടെന്ന് വരും, നിങ്ങൾ ദർശനം കണ്ടെന്ന് വരും, നിങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ടായെന്ന് വരും, നിങ്ങൾക്ക് വലിയ ആവേശമുണ്ടായെന്ന് വരും. തെരുവിലെല്ലാം പോയി ഒക്കുന്നെങ്കിൽ ഈ ഉള്ള ആയുസ് കൊണ്ട് ലോകം മുഴുവൻ അങ്ങ് സുവിശേഷിക്കണമെന്നുള്ള വെപ്രാളമൊക്കെ ഉണ്ടാകും. നല്ല കാര്യമാണ്, ഞാനതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ വഴിയോരങ്ങളിൽ ജനിപ്പിച്ചിടുന്നതല്ല വലിയ കാര്യം, അവരെ പോറ്റി വളർത്തിയെടുക്കുന്നതാണ് കാര്യം. ദർശനം പ്രാപിക്കുക എന്നുള്ളതിനേക്കാൾ അമൂല്യമായ കാര്യം ദർശനത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നാം കൊടുക്കുന്ന പ്രൈസാണ്. എന്ത് വില നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ആരുടെയും മിനിസ്ട്രി ഫോളോ ചെയ്യരുത്. നിങ്ങളെ വിളിച്ച വിളി എന്താണെന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നിയോഗത്തിൽ നിന്നാണ് നിങ്ങൾക്കത് ബോധ്യമാകുന്നത്. വ്യത്യസ്തമായ നിലകളിലുള്ള നിയോഗമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്. അത് നിമിത്തം ഓരോ ശുശ്രൂഷകൾ ചെയ്യേണ്ടതിനും വ്യത്യസ്തമായ രീതിയിൽ പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചുകൊണ്ടേയിരുന്നു. ദൈവാത്മാവിന്റെ ആ നിയോഗത്തിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ലഭിക്കുകയും അതിനാവശ്യമായ സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറുവാൻ യഥാസമയം പരിശുദ്ധാത്മാവ് എനിക്ക് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. നിങ്ങൾ കാണുന്ന ഇത് ട്രാക്റ്റിന്റെ കൂമ്പാരമാണ്. ദശലക്ഷക്കണക്കിന് ട്രാക്റ്റുകൾ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നെഹമ്യാവിന് കിട്ടിയ ദർശനത്തെക്കുറിച്ചും തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ലഭിച്ച കാഴ്ചപ്പാടുകളെ കുറിച്ചുമാണ്.
പ്രൈസ് ഗോഡ്. അതേ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ട അതിമഹത്തായ യാഥാർത്ഥ്യങ്ങളും വളരെ വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ചുവടുകൾ വെപ്പാൻ കഴിയുള്ളൂ. സ്കൂളുകൾ, കോളേജുകൾ, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ നിയോഗങ്ങളാണ് എനിക്ക് നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തേക്കും അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിപ്പാൻ പരിശുദ്ധാത്മാവ് നിയോഗം നൽകിയപ്പോൾ സഹോദരങ്ങളെ, അതിന് പ്രത്യേകമായ രീതിയിൽ കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് ഓരോ വിഷയങ്ങൾക്കും വ്യത്യസ്തമായ നിലകളിൽ കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ പരിശുദ്ധാത്മാവ് ഹേമം നൽകി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ സ്ഥലങ്ങളിലും സഞ്ചരിച്ച് കോളേജുകളിൽ, സ്കൂളുകളിൽ, സ്ഥലങ്ങളിലെല്ലാം അവയർനെസിന്റെ പ്രോഗ്രാമുകൾ, ഈ കാണുന്ന ഫ്ലെക്സുകളെല്ലാം ഞാൻ ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഞാനൊരു ഡിസൈനർ അല്ല. നിങ്ങൾ തിരിച്ചറിയണം. ഓരോ സ്ഥലങ്ങളിലും കടന്നുപോയി കുഞ്ഞുങ്ങളെയും കൊണ്ട്, അതേ സാധാരണ കുഞ്ഞുങ്ങൾ, പ്രായമായ കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ എടുത്ത് വ്യത്യസ്തമായ നിലകളിൽ അവരെ പരിശീലിപ്പിക്കുവാനും അവരെ കൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ ഇടയായി തീർന്നത് ദൈവത്തിന്റെ പണിപ്പുരയിൽ ഇരുന്നപ്പോൾ കിട്ടിയ നിയോഗങ്ങളായിരുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ താഴ്മയോട് പറയട്ടെ, നിങ്ങൾ ദൈവവചനം പഠിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ദിവസത്തെ ക്ലാസ്സും വ്യത്യസ്തമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ജിൻസി അല്പം മുമ്പ് എനിക്ക് മെസ്സേജ് അയപ്പാനിടയായി തീർന്നു. പ്രൈസ് ലോർഡ്. എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല ഈ ക്ലാസ്സുകൾക്കെന്ന് പ്രിയപ്പെട്ട ആ സഹോദരി പറയാനിടയായി തീർന്നു. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായവരെ മാത്രമേ സ്വർഗീയമായ കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാൾ മരിച്ചവരെ ഉയർപ്പിച്ചാലും അദ്ദേഹം വിശുദ്ധനാണെന്ന് പറഞ്ഞ് ചാടി പുറകെ പോകരുത്. കാരണം പറയാം, എൻ ടൈമിൽ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങളെ ഭൂതങ്ങളെ പുറത്താക്കി വീര്യപ്രവർത്തികൾ ചെയ്തു, ഇതെല്ലാം ചെയ്തു. കർത്താവ് പറയുന്ന, മോനെ ഞാൻ നിന്നെ അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. എന്താ അധർമ്മം? പാപമാണ്. അപ്പോൾ ഒരിക്കൽ പ്രാപിച്ച ദൈവകൃപയും കൊണ്ട് അവരങ്ങ് പോയി. അവർക്ക് കർത്താവിനെ വേണ്ട, കർത്താവിൽ ഉള്ളത് മതി. ഇന്നും അതല്ലേ നടക്കുന്നത്? ആളിനെ കൂട്ടുവാൻ, ആളത്വം കാട്ടുവാൻ ആവോളം വിദ്യകളല്ലേ ചമയ്ക്കുന്നത്? ഏതെങ്കിലും ആത്മാവിനെ വാങ്ങിയിട്ട് അത്ഭുതങ്ങൾ കാണിച്ച് സിദ്ധിയാണെന്ന് ലോകത്തിന് മുമ്പിൽ കാണിക്കുകയല്ലേ? ശരിയായ പാപബോധത്തിന്റെ സർമൺ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് ചരമ പ്രസംഗമായിരിക്കും. പാപബോധത്തിന്റെ പ്രസംഗം ഏറ്റുപറച്ചിൽ നടക്കുന്നുണ്ടോ? ഇല്ല. ആളുകൾ വീഴുന്നുണ്ട്, സൗഖ്യമാകുന്നുണ്ട്. വ്യത്യസ്ത രീതികളിലുള്ള പ്രസന്റേഷൻ, ആളുകളുടെ സ്വാധീനം പിടിച്ച ആളുകളെ കൂട്ടാൻ നടക്കുന്നുണ്ട്. ചോദ്യം, ജീവിത രൂപാന്തരം നടക്കുന്നുണ്ടോ? ആളുകളുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ടോ? മതത്തിൽ ചേരുവാൻ, നിങ്ങൾ ഒരുവനെ മതത്തിൽ ചേർക്കാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. അവനെ ചേർത്ത ശേഷം നിങ്ങളെക്കാൾ ഇരട്ടിച്ച് നരകയോഗ്യനാക്കി മാറ്റുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സഹോദരങ്ങളെ, ക്രമീകൃതമായി ദൈവവചനം പഠിച്ചെങ്കിൽ മാത്രമേ ശരിയായ നിലയിലുള്ള ഒരു ആത്മീയ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഇത് നാം തിരിച്ചറിയണം. മോശ 6 ലക്ഷം വരുന്ന പുരുഷന്മാരായ വിശ്വാസികളെയും അവരുടെ കൂട്ടാളികളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ദൈവം തന്നെ ഡയറക്റ്റ് അങ്ങ് ഏൽപ്പിക്കുകയല്ല ചെയ്തത്. ആദ്യം കൊട്ടാരത്തിൽ, ഈജിപ്തിന്റെ കൊട്ടാരത്തിലൂടെ വെൽ ട്രെയിൻഡായി അവൻ റോയലി അവനെ ട്രെയിൻ ചെയ്തെടുക്കുവാനിടയായിട്ട് അത് 40 years ആണ്. വാക്കിലും പ്രവൃത്തിയിൽ സമർത്ഥനായി. എന്നാൽ അടുത്ത 40 വർഷം മിദ്യാന്യ ദേശത്ത് കൂടാരമടിച്ച് ഇസ്രായേൽ ജനതയെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് 40 വർഷം ആടിനെ മേച്ച് ജീവിതത്തിന്റെ സ്വഭാവം മാറ്റി. പുറപ്പാട് 3-ാം അധ്യായം 4-ാം അധ്യായം നിങ്ങൾ കുറിച്ചു വെക്കണം. അപ്പോൾ ആ മരുഭൂമിയിൽ വെച്ച് വിളിയുണ്ടായി. അതിനുശേഷമാണ് തന്നെ അതിനായി നിയോഗിച്ചത്. ദാറ്റ് മീൻസ് മോർ ദാൻ 80 years മോശ എൻ്റെ
ഗ്രഹത്തിന് മറ്റുള്ളവരെ പോലെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിന് വിശ്വസ്തനായിരുന്നു. ഒരുവനെ വിശ്വസ്തനാക്കി മാറ്റിയെടുക്കുവാൻ അത്രയും ദീർഘകാലത്തെ ശരിയായ പരിശീലനം ദൈവം നൽകി. ആ 40 years സൈലന്റ് ഇയേഴ്സ് ആയിട്ട് തന്റെ ജീവിതത്തിൽ ഇരുന്നെങ്കിലും ഗാഡ് വാസ് വാച്ചിങ്. ദൈവം അവനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ ഇന്ന് എവിടെയെങ്കിലും ഒരു ആഫ്രിക്കക്കാരനോ ഒരു സായിപ്പിന്റെ കീഴിൽ തലവണ്ട് വെച്ചേച്ച് അവരിലുള്ളതും മേടിച്ചോണ്ട് പോയി എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിച്ചേച്ച് ആളിനെ കൂട്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്ന മതമല്ല സഹോദരങ്ങളെ ഇത്. ഇത് ഇൻഡസ്ട്രി അല്ല. ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വരുന്ന തലമുറകൾക്കും വേണ്ടി ശേഖരിക്കാനുള്ള വലിയ ഇൻഡസ്ട്രി അല്ലിത്. ഇതൊരു ഷെയർ മാർക്കറ്റ് അല്ല. ഇത് ദൈവ രാജ്യത്തിന്റെ പദ്ധതിയാണ്. ഇതൊരു വെളിപ്പാടാണ്. ഇത് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മാർഗമാണ്. മുൾക്കിരീടത്തിന്റെയും വേദനയുടെയും മാർഗമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വേദനയില്ലെങ്കിൽ വിജയം കാണില്ല. നിങ്ങളുടെ ജീവിതത്തിൽ കുരിശില്ലെങ്കിൽ കിരീടം കാണില്ല. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഈ ടൈമിൽ ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കർശനമായി ശാസിക്കുന്ന കേട്ടോ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെ വളരെ ഡീപ്പായി സംസാരിക്കുന്ന ആളായതുകൊണ്ട് ചിലരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഫോൺ അങ്ങ് കട്ട് ചെയ്യണേന്നൊക്കെ പറയാറുണ്ട്. സ്തോത്രം. കാരണം എന്താണെന്ന് അറിയാമോ? കൊല്ലന്റെ ആലയിൽ അത് ഇരുമ്പ് പഴുക്കാതെ ഒരിക്കലും അതിനെ ഷെയ്പ്പ് ചെയ്ത് മൂർച്ചയുള്ള ആയുധമാക്കി എടുക്കാൻ കഴിയില്ല. ഇന്ന് പഴുപ്പും കൊണ്ട് വന്നാൽ സ്പ്രേ അടിച്ച് പൊതിഞ്ഞു വിടും. കാരണം അമ്മാമ്മയെ നോവിച്ചാൽ ഡോളർ പോവും, അച്ഛനെ നോവിച്ചാൽ ഡോളർ പോവും. അടുത്ത ആഴ്ച ചർച്ചയിൽ വന്നില്ലെങ്കിലോ? പഴുപ്പുണ്ടെങ്കിൽ ഞെക്കി കഴുകിയേ മതിയാവും. ഉടന്തുള്ളതിനെയും ഉളുക്കുള്ളതിനെയും ഒടിഞ്ഞുപോയതിനെയും വെച്ച് കെട്ടി ചികിത്സിച്ചേ മതിയാകെയുള്ളൂ. തിരിച്ചറിയണം. മോശയ്ക്ക് 80 വർഷത്തെ ട്രെയിനിങ് ആണ് ദൈവം കൊടുത്തത്. അത് കഴിഞ്ഞാണ് ഒരു ശുശ്രൂഷയിലേക്ക് തന്നെ ആക്കിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിത രൂപാന്തരം കഴിയുമ്പോൾ നിയോഗമുണ്ടാകുകയും നിയോഗത്തിൽ നിന്ന് പരിശീലനത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പണിപ്പുരയിൽ നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ ദൈവത്തിന്റെ പണിപ്പുരയിലേക്ക് ദൈവം നിങ്ങളെ കയറ്റുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. God will build in a special way. ചിലപ്പോൾ വേദനകളിലൂടെ ആയിരിക്കാം ദൈവം നിങ്ങളെ വിടുന്നത്. അതിൽ നിങ്ങൾക്ക് യാതൊരു വിധമായ ക്ലേശമോ നഷ്ടമോ ഉണ്ടാകുകയില്ല. കാരണം സിമിലറായ പെയിനിലൂടെ കടന്നു പോകുന്നവരെ മനസ്സിലാക്കണമെങ്കിൽ നാം ചിലപ്പോൾ ആ വേദനയിലൂടെ കടന്നു പോകുന്നില്ല. ഹല്ലേലൂയ. കാരണം ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളി പോലെ അല്ലാതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ഊതിക്കഴിച്ചത് എന്ന് തിരുവചനത്തിൽ കാണുന്നു. രണ്ടാമത് നിങ്ങൾ നോക്കുക, യോശുവ എടുത്തു നോക്കുക. യോശുവ ഇസ്രായേൽ ജനത്തെ ദൈവം പറഞ്ഞു, മോശേ നീ മരിക്കാനുള്ള സമയമായി, ഇനി നിന്നെ ഞാൻ അങ്ങെടുക്കുക. ഈ ജനത്തെ കനാനിൽ എത്തിക്കുവാൻ ദൈവം വിളിച്ചാക്കിയത് മോശയുടെ മക്കളെയല്ല, പ്രത്യുത യോശുവയാണ്. എന്തുകൊണ്ട്? യോശുവ മോശയ്ക്ക് 40 വർഷം അസിസ്റ്റ് ചെയ്തു. ഈ വെൽ ലേൺഡ് ലീഡർഷിപ്പ് ത്രൂ ദ മോസസിനെ അസിസ്റ്റ് ചെയ്തതിലൂടെ ശരിയായ ഒരു ലീഡർഷിപ്പ് തനിക്ക് കിട്ടി. മാത്രമല്ല അദ്ദേഹത്തെ ദൈവപുരുഷനായ മോശ താൻ ധാരാളം അല്ലെങ്കിൽ മിലിറ്ററി വർക്ക് ചെയ്യാൻ തന്നെ ഉപയോഗിച്ച് യുദ്ധങ്ങൾക്കെല്ലാം തന്നെയാണ് നേതാവായി മോശ അതെ നിയോഗിച്ചത്. അപ്പോൾ യുദ്ധം ചെയ്ത പരിശീലനവും ദൈവപുരുഷനായ മോശയുടെ കീഴിൽ 40 വർഷത്തെ ശിഷ്യത്വവും കിട്ടിയതിന് ശേഷമാണ് ഒരു ശുശ്രൂഷയിലേക്ക് തന്നെ നിയമിപ്പാനിടയായി. അപ്പോൾ യോശുവ വിശ്വസ്തനായി മാറാൻ ഇടയായത് 40 വർഷത്തെ പരിശീലനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറിച്ചെടുക്കാം. Exodus chapter 24 verse 13 and Deuteronomy chapter 31 verse 7, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 13-ാം വാക്യവും ആവർത്തന പുസ്തകം 31-ാം അധ്യായം 7-ാം വാക്യവും. മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകനെയാണ്. 3 വിധ ശുശ്രൂഷ താൻ ചെയ്തതായി കാണുന്നു. പുരോഹിതന്റെ ശുശ്രൂഷ, പ്രവാചകന്റെ ശുശ്രൂഷ, ന്യായാധിപന്റെ ശുശ്രൂഷ. അപ്പോൾ ശമൂവേലിനും ട്രെയിനിങ് കിട്ടിയത് എവിടെയാണ്? ദൈവാലയത്തിലാണ്. ആരുടെ കീഴിലാണ്?
ഏലി എന്ന പുരോഹിതന്റെ കീഴിലാണ്. അവിടെ വെച്ചാണ് ദൈവശക്തത്തെ മനസ്സിലാക്കി ഏലിയാണ് കൊടുക്കുന്നത്. നോക്കുക, അപ്പോൾ ശമൂവേൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 1 ശമൂവേൽ 3-ാം അധ്യായം നിങ്ങൾ എഴുതി വെക്കുക. ആമേ, ശമൂവേലിനും ദൈവം തമ്പുരാൻ വ്യക്തമായ ട്രെയിനിങ് കൊടുത്തത് ആലയത്തിനകത്താണ്. 4-ാമത് നിങ്ങൾ ദാവീദിനെ എടുത്തു നോക്കുക. ദാവീദിനെ ദൈവം നന്നായി ഉപയോഗിപ്പാൻ ഇടയായിത്തീർന്നത് ആദ്യം ഒരു ഇടയനായിട്ടാണ്. ആ ഇടയ ശുശ്രൂഷയിൽ തനിക്ക് വർഷിപ്പ് ലീഡിങ്ങിന്റെയും മ്യൂസിക് വർക്കിന്റെയും ഒക്കെ ഒരു ടാലന്റ് ദൈവം കൊടുക്കാനിടയായി. രാജസന്നദ്ധിയിൽ ശൗലിന്റെ കൊട്ടാരത്തിൽ തന്നെ ക്ഷണിക്കുന്നത് മ്യൂസിഷ്യനായിട്ടാണ്. കാരണം ശൗലിന്റെ മേൽ ദൈവം അയച്ച ഒരു ദുരാത്മാവുണ്ട്. ഇത് വിട്ടുമാറണമെന്നുണ്ടെങ്കിൽ ദാവീദിന്റെ കിന്നരോടെ ചെല്ലണം. പ്രൈസ് ഗോഡ്. ഇന്ന് പലരും അതേ പാട്ടിലൂടെ അശുദ്ധാത്മാവിന്റെ പ്രസരണം, സാത്താന്യ വർഷിപ്പിന്റെ പ്രസരണം നടക്കുമ്പോൾ പ്രൈസ് ഗോഡ്, പാടാൻ കൃപയുള്ള അൻസിയെ പോലെ ദൈവം അഭിഷേകം ചെയ്ത അതേ പല സഹോദരിമാർ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം. ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ സണ്ണി എന്ന് പറയുന്ന ഒരു പൈതൽ എൻ്റെ ചർച്ചില് വർഷിപ്പിന് ലീഡ് ചെയ്യുന്ന പൈതലായിരുന്നു. പ്രൈസ് ലോർഡ്. അവൻ അഭിഷേകം പ്രാപിച്ചില്ല. ഒരു ദിവസം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ അഭിഷേകം പ്രാപിച്ചില്ല, അവൻ വായിക്കുന്ന അക്കോഡിയനാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. പറഞ്ഞു, നീ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിന്റെ മേൽ വരും. പ്രൈസ് ലോർഡ്. ഒരു ദിവസം അതേ ആ അക്കോഡിയൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുവാനിടയായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം അത് ദൈവം നൽകിയ താലന്ത്, ദൈവനാമത്തിന്റെ മഹത്വത്തിനായി എളിമയോട് താഴ്മയോട് വിനയത്തോടുകൂടി, ഇതെന്റെ കഴിവല്ല, അങ്ങയുടെ കൃപയാണ് എന്ന് പറഞ്ഞ് നാം അത് വ്യാപാരം ചെയ്യുമ്പോൾ രാജാക്കന്മാരുടെ തലയിലിരിക്കുന്ന പിശാചുക്കൾ ഇറങ്ങി വെളിപ്പോകും. സ്തോത്രം, സ്തോത്രം. ദൈവകൃപ പ്രാപിച്ച നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആത്മാവിൽ നിറഞ്ഞൊരു സ്തോത്രം പറഞ്ഞാൽ നിന്റെ ടീം ലീഡറിൽ പിശാചുണ്ടെങ്കിലും അത് വിട്ടുപോകും കേട്ടോ. അത് തിരിച്ചറിഞ്ഞോളാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇടയനായിട്ട് തന്നെ ആദ്യം ഒരുക്കുന്നു, രണ്ടാമത് ഒരു മ്യൂസിഷ്യനായിട്ട് തന്നെ ഒരുക്കുന്നു, പിന്നീട് തന്നെ ഗുഹകളിലും കാടുകളിലും വർഷങ്ങളിലിട്ട് തൻ്റെ സ്വഭാവത്തെ രൂപീകരിച്ച് ഒരു ലീഡർഷിപ്പ് സ്കില്ല് കൊടുത്തിട്ട് തന്നെ ദൈവം രാജസ്ഥാനത്താക്കും. പ്രൈസ് ഗോഡ്. 1 ശമൂവേലിന്റെ പുസ്തകം 16:18. ആമേൻ. 1 ശമൂവേൽ 17-ാം അധ്യായം. ഇതെല്ലാം നിങ്ങൾ കുറിച്ചു വെക്കണം. ശലോമോനെ നിങ്ങൾ എടുത്തു നോക്കുക. തന്റെ പിതാവായ ദാവീദിൽ നിന്നുള്ള നിർദ്ദേശങ്ങളിലൂടെ മകൻ പഠിപ്പാൻ ഇടയായിത്തീർന്നു. രണ്ടാമത് ദൈവം നൽകിയ അതിഭയാനകവും വളരെ ആഴമുള്ളതുമായ സ്വർഗീയ ജ്ഞാനം കൊണ്ടാണ് തനിക്ക് ദൈവം തമ്പുരാൻ ശരിയായ പരിശീലനം നൽകിയത്. അതുകൊണ്ടാണ് 1 രാജാക്കന്മാർ 2-3 അധ്യായങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ അറിയാം, ദൈവത്തിന്റെ ആലയം പണിയുവാനുള്ള നോളജ് കിട്ടിയത് ദൈവം നൽകിയ ജ്ഞാനത്തിന്റെ പരിശീലനമാണ്. യെശയ്യാ പ്രവാചകന്റെ ജീവിതം 6-ാമത് നിങ്ങൾ എടുക്കേണ്ടത് യെശയ്യാ പ്രവാചകന്റെ ജീവിതമാണ്. തനിക്കുണ്ടാകുന്ന വിഷൻ റിസീവ് ചെയ്തത് ആലയത്തിൽ നിന്നാണ്. അതിൽ നിന്നാണ് ഒരു പ്രാവചനിക ശുശ്രൂഷയിലേക്ക്, പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയിലേക്ക് തനിക്ക് ഒരു ഒരുക്കമുണ്ടാകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ ജീവിതം എടുത്തു നോക്കുക. തന്നെ വിളിച്ചത് ആമേൻ യങ്ങായിട്ടുള്ള സമയത്താണ്, ബാലനായിരിക്കുമ്പോഴാണ് തന്നെ വിളിച്ചത്. സ്പെഷ്യലായിട്ട് ദൈവത്തിന്റെ ശബ്ദം ലോകത്തോട് അറിയിക്കുവാൻ ഒരുപാട് വെല്ലുവിളികളെ താൻ നേരിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് തന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ തനിക്ക് ദൈവം നൽകിയ പരിശീലനത്തിന്റെ മേഖല കാണാൻ കഴിയുന്നുണ്ട്. 8-ാമത് യെഹെസ്കേൽ പ്രവാചകനെ നിങ്ങൾ എടുത്തു നോക്കുക. അവിടെ പ്രവാസത്തിൽ ഇരുന്നപ്പോൾ തനിക്ക് ദൈവവിളി ഉണ്ടാകുന്നു. പ്രവാസികളായ ജനത്തോട് എങ്ങനെ അരുളപ്പാടുകൾ പ്രസ്താവിക്കണം എന്നുള്ളതിന്റെ വ്യക്തമായ കാര്യം ദൈവം പ്രവാസത്തിൽ വെച്ച് തന്നെ കൊടുക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. ഇനി 9-ാമതായി നിങ്ങൾ ദാനിയേലിനെ എടുത്തു നോക്കുക. ബാബേലിൽ വെച്ച്
അവിടുത്തെ സംസ്കാരം പഠിപ്പിക്കുകയാണ് ദൈവം. അത് പഠിക്കാൻ അവസരം കൊടുക്കുന്നു. അവിടെ വെച്ച് തന്റെ വിശ്വാസത്തെ ധാരാളം പരീക്ഷകൾ വിശ്വാസത്തിനെതിരെ നേരിടുകയാണ്. ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ താൻ കടന്നുപോയി. എന്നാൽ അവിടെയെല്ലാം ദൈവം ദാനിയേലിനെ ബാബേലിൽ വെച്ച് ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു. പിന്നത്തേതിൽ 4 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അവൻ പ്രധാനമന്ത്രിയായിരിക്കാൻ ഇടയായി തീർന്നു. രാജാക്കന്മാർ പലതും കടന്നുപോയി. പക്ഷെ ദൈവം പരിശീലിപ്പിച്ചവനായ ദാനിയേൽ 4 രാജാക്കന്മാർക്ക് മന്ത്രിയായിരിക്കാൻ ഇടയായി. ഇനി ശൗലിനെ നിങ്ങൾ എടുത്തു നോക്കുക. ശൗലിൻ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് താൻ ആദ്യം ട്രെയിനിങ് കിട്ടിയത് ഗമാലേലിന്റെ പാദപീഠത്തിൽ ഇരുന്നാണ്. പ്രൈസ് ഗോഡ്. അത് കഴിഞ്ഞ് തന്റെ ജീവിത രൂപാന്തരത്തിന് ശേഷം പിന്നീട് മിഷണറി അനുഭവങ്ങളിലൂടെയും വെളിപ്പാടുകളിലൂടെയും തനിക്ക് ദൈവം ധാരാളം പരിശീലനങ്ങൾ നൽകാനിടയായി. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 3-ാം വാക്യം, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് നമ്മൾ തിമത്യോസിനെ എടുത്തു നോക്കുക. തിമത്യോസ് അപ്പോസ്തലനായ പൗലോസിന്റെ കീഴിലുള്ള ശിഷ്യത്വത്തിലും പരിശീലനത്തിലും അതിവിദഗ്ധമായി ശുശ്രൂഷയിൽ താൻ ഒരുങ്ങി വരുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവ് വേർതിരിച്ച 12 ശിഷ്യന്മാർ കർത്താവിന്റെ ഇയർലി മിനിസ്ട്രിയിൽ അവരെ നന്നായിട്ട് പഠിപ്പിച്ച്, കർത്താവിൽ നിന്ന് അവർ ശരിയായ നിലയിൽ പഠിച്ച്, മർക്കോസ് 3:13 മുതൽ 19 വരെ, മത്തായി 28:19-20 വാക്യങ്ങൾ, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് വിശ്വസ്തരായി ആളുകൾ മാറേണ്ടതിന് വേണ്ടി അവർക്ക് ശരിയായ നിലകളിലുള്ള പരിശീലനങ്ങൾ നൽകി എന്നുള്ളതാണ്. ഇന്നൊരു പ്രവാചകൻ ദൂത് പറഞ്ഞു, നാളെ കറുത്ത പാൻറ്റും വെളുത്ത ഉടുപ്പും ഒരു ബാഗും ബൈബിളും മേടിച്ചിറങ്ങിയിട്ട് സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ, ശരിയായ പരിശീലനം ലഭിച്ചവർ ശരിയായ നിലകളിൽ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പോകുവാനിടയായി. അതുകൊണ്ട് ദൗത്യ നിർവഹണത്തിനായി ദൈവം നിങ്ങളെ വിളിച്ചുവെങ്കിൽ ശരിയായ നിലയിലുള്ള പരിശീലനം ആവശ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ, നിങ്ങൾ തിരിച്ചറിയണം ഏത് പോസ്റ്റിലാണ് ദൈവം നിങ്ങളെ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത്. ആ പോസ്റ്റിലൂടെ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. അനാഥബാലികയായി വളർന്ന എസ്തേറിനെ ഒരു രാജ്ഞി പദത്തിലേക്ക് എത്തിക്കാനായിരുന്നു അവളുടെ ട്രാജഡി എന്ന് അവൾ പിന്നീടാണ് മനസ്സിലായത്. ഇസ്രായേൽ ജനത്തെ മുഴുവൻ കൊന്നൊടുക്കുവാൻ സാത്താൻ ഒരു ഹാമാനെ ഒരുക്കി കൊണ്ടുവരുമെന്ന് തമ്പുരാൻ നേരത്തെ അറിഞ്ഞത് കൊണ്ടാണ് ഗോഡ് എന്നുള്ള പദം എഴുതാത്ത പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. എന്നാൽ അതിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികളാണ്. പ്രൈസ് ഗോഡ്. ചിലരുടെ ജീവിതത്തിൽ പ്രമോഷൻ ഇല്ലാതെ കിടക്കും. സ്വജനത്തിന് അനുകൂലവാദിയായിരുന്ന മൊർദെഖായി രാജാവിന്റെ പടിവാതിക്കൽ ഇരിക്കുന്ന ജോലിയാ, പാച്ചറായിട്ടിരിക്കുക, ഒരു പ്രമോഷനും ഇല്ല. രാജാവിന്റെ പ്രാണനെ രക്ഷിച്ചവനൊന്നും കിട്ടിയതുമില്ല. നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിന് ചില സന്ദർഭങ്ങളിൽ പ്രതിഫലം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മുഷിഞ്ഞു പോയി കർത്താവിന്റെ ശുശ്രൂഷയിൽ മടുത്ത് പരാതി പറയരുത്. ഒരിക്കലും ദൈവം കൂലി കുറയ്ക്കത്തില്ല കേട്ടോ. ന്യായമായത് തരാമെന്ന് പറഞ്ഞു വിളിച്ചവനാണ് ദൈവം. ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ മീറ്റിംഗ് തീരുമാറാവുമ്പോൾ അവൻ ആർക്കും കടക്കാരനല്ല എന്ന പാട്ട് പ്രിയാൻസി പാടും. സ്തോത്രം. അവിടെ ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ തിരിച്ചറിയണം, അപ്പൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു, വളർത്തപ്പനായ മൊർദെഖായി എടുത്തു വളർത്തി. പക്ഷേ ആ ശിഷ്യത്വം, ആ പരിശീലനം എന്തിനായിരുന്നു? ഒരു രാജ്ഞി പദത്തിലേക്ക് നയിക്കാനായിരുന്നു. സ്തോത്രം. ഭർത്താവ് നഷ്ടപ്പെട്ട് നാട് വിട്ട് അമ്മായിയമ്മയോട് പറ്റി നിന്ന രൂത്ത് ബോവസിന്റെ വയലിൽ വന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കതിര് പറക്കാൻ വന്നവളാണ്. അവൾ കാലുവെച്ച വയല് മുഴുവൻ പിന്നത്തേതിൽ അവിടെ അവകാശമായി മാറി. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അവൾ ആകാനിടയായി. വാസ്തവം പറഞ്ഞാൽ ദൈവം തമ്പുരാൻ അബ്രഹാമിന്റെ കണ്ണുനീര് കണ്ടിട്ട് ലോത്തിനെ വിടുവിച്ചതാണ്. തന്റെ പെൺമക്കൾ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴും കള്ളുകുപ്പി എടുത്തുകൊണ്ടാ ഓടിയത്. ഗുഹയിൽ ചെന്ന് അപ്പനെ കുടിപ്പിച്ച് പാടില്ലാത്ത ചെയ്ത് കുഞ്ഞുങ്ങൾ, അവര് 2 പെൺകുട്ടികളും അമോന്യരെന്നും
മോവാബ് എന്നും പറയുന്ന 2 വംശത്തിന്റെ ജാതിയുടെ പിതാക്കന്മാരെ പ്രസവിച്ചു. ഇസ്രായേൽ ബേത്ലഹേമിൽ നിന്ന് മോവാബ് ദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത എലിമലേക്കും തന്റെ ഭാര്യയായ നവോമിയും ആ ദേശത്ത് ചെന്നപ്പോൾ അന്യജാതിക്കാരത്തികളെ ആ കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ചു. ഭർത്താവ് മരിച്ചു, ആൺമക്കളും മരിച്ചു. ആ മാതാവിന്റെ ഉള്ളം എത്രമാത്രം പെട്ടഞ്ഞു കാണുമെന്ന് നിങ്ങൾക്കറിയാലോ. എങ്കിലും നവോമി ദൈവത്തെ ഭയപ്പെടുന്നവളായിരുന്നു. അവളുടെ വീട്ടിൽ വന്ന ജാതീയ പെൺകുട്ടികളോട് ജീവനുള്ള ദൈവത്തെ കുറിച്ച് അവൾ വ്യക്തമായി പറയുകയും ശരിയായ ഒരു മാതൃകാ ജീവിതം അമ്മ മരുമക്കളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയും ചെയ്തപ്പോൾ അവരിൽ വലിയ സ്വാധീനം ചെലുത്തി. മാത്രമല്ല, ഓർപ്പ ഒരു പരുവത്തിൽ പോയെങ്കിലും രൂത്തിനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന നവോമിയുടെ പ്രാർത്ഥന ജീവിതം സ്വാധീനിച്ചു. അവളുടെ ആത്മീയ കാഴ്ചപ്പാട് സ്വാധീനിച്ചു. അവളുടെ ലക്ഷ്യം സ്വാധീനിച്ചു. ജീവനുള്ള ഇസ്രായേലിന്റെ ദൈവത്തെ ഇവഞ്ച്വലി ആ മോവാബ്യ പെൺകുട്ടിയായ രൂത്ത് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ബേത്ലഹേമിനെ ദൈവം സന്ദർശിച്ച് തന്റെ ജനത്തിന് ആഹാരം നൽകി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ മരുമക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ, ഇനി ഞാൻ വിവാഹം കഴിച്ചിട്ട് ഒരു ആൺമക്കളെ പ്രസവിച്ചിട്ട് അവർ പ്രായമാകുന്നുണ്ട്, നിങ്ങൾ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് വയ്ക്കോ, നിങ്ങളുടെ ദേവന്മാരുടെ അരികിലേക്ക് പോയിക്കോ. ഒരു മരുമോൾ ഓർപ്പ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു, പിരിഞ്ഞു. നവോമി രൂത്തിനോട് പറ്റി നിന്നിട്ട് പറയുകയാണ്, നിന്റെ ദൈവം എന്റെ ദൈവം. ഓ ഹല്ലേലൂയ. മോവാബ്യർക്കും അമോര്യർക്കും യഹോവയുടെ ആലയത്തിൽ വരാൻ പറ്റില്ല. മ്ലേച്ഛതയിലെ തലമുറയാണ്. ആ മ്ലേച്ഛതയിലുള്ള തലമുറയെ നവോമി നേടി ദൈവമേ. നിന്റെ ഭവനത്തിൽ റൂട്ട് മാറി ഏതെങ്കിലും ജീവിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചതിനെ നേടാൻ ദൈവത്തിന് തയ്യാറാകും. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം തിരുവെടുത്ത് പറയുന്നത് എന്താണ്? വളരെ വ്യക്തം. ഇത് നവോമിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് നവോമിയോ? അവൾ പറയാണ്, എന്നെ മാറായെന്ന് വിളി. അത്യുന്നതൻ എന്നോട് അത്യന്തം കൈപ്പായത് ചെയ്തിരിക്കുന്നു. 1 minute. എന്നെ മാറാ എന്ന് വിളിപ്പീൻ. അത്യുന്നതൻ എന്നോട് അത്യന്തം കൈപ്പായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക. 1 minute, സോറി. തിരുവചനം പറയുന്നത്, കതിരുവറുക്കാൻ പോയവൾ ഇന്നത്തേതിൽ ബോവസൻ അവളെ വീണ്ടെടുക്കാനിടയായി. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അവൾ വരുവാനിടയായി. മിസ്റ്റേക്ക്, സം ട്രാജഡീസ് ദൈവം അത് മഹത്വത്തിനായി തീർക്കും. നിങ്ങൾ തിരിച്ചറിയണം. നമ്മളെ വിശ്വസ്തരെന്നെണ്ണി ശുശ്രൂഷയിൽ ദൈവമാക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിച്ചു കൊള്ളണം, നാം ഓർഗനൈസേഷൻ അല്ല അക്കൗണ്ടബിൾ. നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കുന്നത് എന്നെ വിളിച്ചാക്കിയ ദൈവത്തിന് ഞാൻ അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും ശരിയായ ലക്ഷ്യത്തോടും ശരിയായ ദിശാബോധത്തോടും വളരെ ഭയത്തോടും വളരെ വിശ്വസ്തതയും തികഞ്ഞ ദൈവഭയത്തോടും കൂടെ തന്നെ കർത്താവിന്റെ വേലിയിൽ ജോലിയോടൊപ്പം ആയിത്തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. നമ്മുടെ 34ാമത്തെ സെഷനിലാണ് നാം എത്തിയിരിക്കുന്നത്. ഓരോ ക്ലാസ്സുകളും നിങ്ങൾ വളരെ ദൈവാശ്രയത്തോടും തികഞ്ഞ ദൈവഭയത്തോടും കൂടെ ഐ റിക്വസ്റ്റ് എവരി വൺ, പ്ലീസ് കണ്ടിന്യൂ ടു വാച്ച് ദിസ് വീഡിയോ. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരി തന്നെ എനിക്ക് മെസ്സേജ് ഇടാനിടയായി തീർന്നു. ഷായിച്ച, ഞാന് രാവും പകലും ഇത് കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുക എപ്പോഴും. കാരണം അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ ഈ ക്ലാസ്സിൽ അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ്
എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പാടി നമുക്ക് സമർപ്പിക്കാം. അവൻ ആർക്കും കടക്കാരനല്ല. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അൻസി ഉറങ്ങിയോ അതോ ലൈനിലുണ്ടോ? പ്രൈസ് ഗോഡ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ആളാണ് ഐ തിങ്ക്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ. ഈ ദിവസങ്ങളിൽ നമ്മൾ തികഞ്ഞ സമർപ്പണത്തോടെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നെഹമ്യാവ് നിയമിച്ചത് അവർ ദൈവഭക്തന്മാരും വിശ്വസ്തന്മാരുമായിരുന്നു. നമ്മുടെ വിശ്വസ്തത ദൈവസന്നിധിയിൽ പരിശോധിക്കണം. നമ്മുടെ ദൈവഭക്തി ദൈവസന്നിധിയിൽ പരിശോധിക്കണം. നിങ്ങൾ നല്ല ആളാണെന്ന് 10 പേര് ടെസ്റ്റ് മണി പറയുമ്പോഴല്ല നിങ്ങൾ നല്ലതാകുന്നു. കർത്താവ് നമ്മളോട് പറയണം. ദൈവം പറയുന്ന സാക്ഷ്യം മാത്രമാണ് സത്യസാക്ഷ്യം. ബാക്കി ആരെക്കുറിച്ച് പറഞ്ഞാലും പോളിഷ് ചെയ്തേ പറയത്തു. പക്ഷേ യോബ് പറഞ്ഞു, എന്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലുമുണ്ട്. Praise God. Let us rededicate ourselves. ആ വാക്യത്തിൽ നിന്ന് നമ്മൾ, ആ ഒരൊറ്റ വാക്യത്തിന്റെ ലാസ്റ്റ് ആ സെന്റൻസിൽ നിന്ന്, 2 പദത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ 6 ക്ലാസ്സുകൾ ശ്രദ്ധിച്ചത്. എത്ര വളരെ ഡീപ്പായിട്ട് നാം കടന്നുപോയി. നല്ല കാര്യവിചാരകന്മാരായി കർത്താവിന്റെ ശുശ്രൂഷയിൽ ഓരോ ദിവസമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് അല്പനേരം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വേദനയില്ലെങ്കിൽ പ്രൈസ് ഗോഡ് നിങ്ങൾക്ക് പ്രൈസ് ഗോഡ് ഈ ദിവസങ്ങളിൽ ഈ നിങ്ങൾ ഇറങ്ങുമ്പോൾ, ഈ ക്ലിനിക്കിൽ നിന്ന് ശരിയായ ഒരു കാഴ്ചപ്പാടിലോട്ട് നിങ്ങളെ ഒരു സ്പിരിച്വൽ ലീഡറായി ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പർപ്പസ് നിങ്ങളിലൂടെയുള്ളത് നിങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളിലൂടെ ഒരുക്കണം. അന്യവർഗം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആയിരിക്കും ഒരുക്കുന്നത്, ജീവിത പങ്കാളിയായിരിക്കും ഒരുക്കുന്നത്, മാതാപിതാക്കളെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും ഒരുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിയോഗം കിട്ടുന്നു അങ്ങനെയൊക്കെ സമർപ്പിച്ചു യേശുവിന്റെ നിറഞ്ഞ ഒരു സമർപ്പണത്തിലേക്ക് വചനത്തിന് മുമ്പാകെ കംപ്ലീറ്റ് ചിന്തിച്ചത് എന്ന് പറയുന്നത് എന്നുള്ളതല്ല സഹോദരൻ. വലിയ പണിപ്പുരയിലൂടെ കയറി ഇറങ്ങുന്നു. കാഴ്ചപ്പാടുള്ളവരായി മാറണം, ദർശനമുള്ളവരായി മാറണം, നിയോഗമുള്ളവരായി മാറണം, പരിശുദ്ധാത്മാവിന്റെ പദ്ധതിക്ക് നിയോഗം ഏറ്റെടുക്കുമ്പോൾ നിങ്ങളെ പണിപ്പുരയിൽ ഒറ്റയ്ക്ക് കയറ്റി നിങ്ങളെ പണിതെടുക്കും. ചിലപ്പോൾ ആഴ്ചകളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും. ദൈവത്തിന് ധൃതിയില്ല. നിങ്ങളുടെ ഒരുക്കം പൂർത്തിയാകുമ്പോൾ ദൈവം ആഗ്രഹിച്ച ഷേപ്പിൽ നിങ്ങൾ ആയിക്കഴിയും, ദൈവം ആഗ്രഹിച്ച മൂർച്ചയിൽ നിങ്ങൾ ആയി
എത്തിക്കഴിയുമ്പോൾ, ദൈവം ആഗ്രഹിച്ച പ്ലാനിൽ നിങ്ങൾ റീച്ച് ചെയ്ത് കഴിയുമ്പോൾ, ദൈവം ആഗ്രഹിച്ച ട്രാക്കിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോഴാണ് അധികാരത്തിന്റെ വടി നിങ്ങളുടെ കയ്യിൽ തരുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ദൈവങ്ങളാണ് നിങ്ങളെ ആക്കിയിരിക്കുന്ന ഓരോ രാജ്യം സാധാരണമായ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ശരിയായ നിലകളിൽ പരിശീലനം ലഭിച്ചവരായി സിസ്റ്റമാറ്റിക്കലി ദൈവവചനം പഠിച്ച് അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ദൈവനിയോഗത്തിൽ ജോലിയോട് മുന്നേറാനുള്ള കൃപയ്ക്കായി സൂസൻ പ്രാർത്ഥിച്ചു. സൂസൻ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു എന്നോടാന്ന് പറഞ്ഞ സൂസൻ. യെസ് യെസ് യെസ്. Glory to God. Hallelujah. സർവശക്തനെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങൾ തിരുനാമത്തെ ഉയർത്തുന്നു. അപ്പ നല്ലൊരു സമയം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്നതിനാൽ സ്തോത്രം കർത്താവേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. രാജാവിന് സ്തോത്രം ചെയ്യുവിൻ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഭക്തന്മാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞ് ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന കർത്താവേ, തിരുനാമത്തിന് മുമ്പിൽ അടികളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കേൾപ്പിച്ച നല്ല ആലോചനകളെ, കേൾപ്പിച്ച നല്ല വചന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ കർത്താവേ, നിനക്ക് വേണ്ടി ഫലം കായ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് ക്രിയുവാൻ, ആത്മനിറവിൽ ജീവിപ്പാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കേണ്ടതിനു വേണ്ടി എന്റെ അപ്പച്ചനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പണിതെടുക്കുന്ന ദിനങ്ങളാകിയാൽ സ്തോത്രം. നിന്റെ വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാകിയാൽ സ്തോത്രം. അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിനാൽ സ്തോത്രം. കർത്താവെ, നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സിയോനെ ഉണരുക, ഓ യഹോവയുടെ നാമത്തെ, അവന്റെ ആലയത്തെ ഹല്ലേലൂയ ശുശ്രൂഷക്കാരാക്കി നിന്റെ ജനത്തെ ഓരോരുത്തരും ദൈവം നോക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ ദാസന്മാരെ ദാസിമാരെ ദൈവം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, നിന്റെ ആത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് അധികമായി ആവശ്യമായിരിക്കുന്ന കാലഘട്ടത്തില് ദൈവത്തിനു വേണ്ടി എഴുന്നേൽക്കുവാൻ, ദൈവത്തിനു വേണ്ടി പ്രകാശിപ്പാൻ, അവന്റെ രാജ്യത്തിന്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങൾക്ക് ബലം കൽപ്പിക്കുമാറാകണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യഹോവേ, രക്ഷിക്കണമേ. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഈ കാലഘട്ടത്തില് നീ തെരഞ്ഞെടുത്ത ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ വീണ്ടും ജീവിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ഞങ്ങൾക്ക് തരണമേ. ദേശത്തെ കുറിച്ചുള്ള ഭാരം, രാജ്യങ്ങളെ കുറിച്ചുള്ള ഭാരം, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഞങ്ങളുടെ സഭകളെ കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ചുള്ള അല്പഭാരം ഞങ്ങൾക്ക് തരികയും നിരന്തരം നിന്റെ പാദപെടുത്തിൽ കാണിച്ചുകൊണ്ട് കർത്താവ് വലിയൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കുമാറാകണം. വിതയ്ക്കപ്പെടുന്ന വിത്തുകളെ നേർദിനത്തിൽ ഹല്ലേലൂയ വിതയ്ക്കപ്പെടുവാൻ, അത് ഹല്ലേലൂയ 100, 60, 30 മേനിയാൽ വിളഞ്ഞു
വരുവാൻ ഇടയാക്കണമേ. കട്ടകളിൽ ഇടയ്ക്ക് കിടക്കുവാൻ അല്ല, കേട്ടിട്ട് മറന്നു പോകുന്നവരായിട്ടല്ല കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തെ നിരന്തരം രൂപാന്തരപ്പെടുത്തുന്നതായി തീരുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആത്മഭാരത്തിൽ നയിക്കണമേ. ഹല്ലേലൂയ. നിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് വിശ്വാസത്തിൽ ഓർത്ത് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്കായി സ്തോത്രം, ഞങ്ങളെ കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. പ്രിയദാസനായ സ്തോത്രം കർത്താവേ. വളരെ ആത്മഭാരത്തോടെ ഏറ്റെടുത്തതായ കാര്യം വിശ്വസ്തയോട് ചെയ്യുവാൻ എന്റെ ദൈവം ഇടയാക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളെ ഏറിയ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ ശുശ്രൂഷ അധികമായി മാനിക്കണമേ. കടന്നു വന്ന എല്ലാ ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് നിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ദിനങ്ങളെല്ലാം കർത്താവിന്റെ വലിയ സാമീപ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ നിരന്തരം കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറിയ വാഞ്ചയും ഏറിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്ന കർത്താവേ, മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയനെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു ദാദാ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം പഠിക്കുക, ദൈവവചനം എല്ലാ ദിവസവും നിങ്ങൾ ധ്യാനിക്കുക. വരം കൊണ്ടും മാത്രം പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾക്കറിയാലോ. അങ്ങനെയുള്ളവരെ ആദ്യം രാജകീയമായി സ്വീകരിക്കും, പിന്നെ പരിചയക്കാരെ പോലെ സ്വീകരിക്കും, പിന്നെ വഴിപോക്കിനെ പോലെ സ്വീകരിക്കും. കൃപാവരമല്ല ഒരു പാപി രക്ഷയ്ക്ക് കാരണമാകുന്നത്. ഇതെന്ന ബീജത്താലല്ല, കെടാത്തിനാലും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് വീണ്ടും ജനനം. വചനം പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. വചനം പ്രസംഗിക്കുമ്പോൾ ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. അന്യഭാഷകൾ അവർ സംസാരിക്കും, പ്രവചിക്കും, വിവിധ വരങ്ങളെല്ലാം ഉണ്ടാകും. സോ അതുകൊണ്ട് ലേൺ ദ വേർഡ് ഓഫ് ഗോഡ് കെയർഫുള്ളി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. പ്രൈസ് ഗോഡ്. സോ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി പറയുന്നു. കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ നമ്മുടെ 18ാമത്തെ ദിവസമാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രഭാതത്തിൽ 8 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. God bless you. ജൂഡ് ആശീർവാദം പറഞ്ഞാട്ടെ മോനെ. ഒരു മിനിറ്റ് പക്ഷേ പുസ്തകം തുറക്കണം അല്ലേ? ഞാൻ വന്ന് കയറിയതുള്ളൂ. പക്ഷേ എല്ലാവരും ബൈബിൾ ഓപ്പൺ ചെയ്താട്ടെ. ജൂഡിനെ ചേർന്ന് പറയണം. എല്ലാ വേദവിദ്യാർത്ഥികളും ആശീർവാദം പറയാൻ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ചീട്ട് വീഴുമെന്ന് അത്ര പെട്ടെന്ന് ഓർമ്മ. സമയത്തിൽ അസമയത്തിൽ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു. എല്ലാരും എടുത്തല്ലോ? റഫറൻസ് പറഞ്ഞേ. 2 Corinthians 13:14. ഓക്കെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും എല്ലാരും ജൂഡിനോട് ചേർന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ സ്നേഹവും ഇരിക്കുമാറാകട്ടെ. Wish you all the best. Good night. God bless you. Good night, Pastor. Thank you. Thank you, Pastor. Amen. Pastor, praise Lord. മക്കളെ, പാസ്റ്റർ ഇന്ന് പ്ലേ ചെയ്ത വീഡിയോ അവിടെ കൊല്ലത്തെ ചർച്ചിലെ, എന്റെ ചർച്ചിലെയാണ്. വണ്ടർഫുൾ. ആ മീറ്റിംഗിൽ എന്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ്. വീഡിയോ ക്ലിയർ ആയിരുന്നോ? നല്ല ക്ലിയർ ആയിരുന്നു. ഓക്കെ പാസ്റ്റർ, നാളെ കാണാം. ബൈ. Good night.